നമുക്കിന്ന് എഗ് സൂപ്പ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എഗ് സൂപ്പ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ചട്ടിയിൽ ആദ്യം ഒരു ബട്ടർ ഇടാം. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും ആഡ് ചെയ്യാം, പച്ചമുളകും ഇത്തിരി കളറ് ഒരു കളർ ചേഞ്ച് നമ്മളൊരു ഇത്തിരി തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ഇടണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. നമുക്കിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാണ്. ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചോളണം തന്നെ നിർബന്ധമില്ല, നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചാലും മതി. എൻ്റെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തത്. ഇപ്പോൾ വെജിറ്റബിൾസ് തിളപ്പിച്ച വെള്ളമായാലും മതി. എനിക്കിനി ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം. കോൺഫ്ലോർ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇടാം, കുരുമുളകും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എഗ് സൂപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് വെച്ച് ഒഴിക്കുക. ആ സമയം തന്നെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ ഈസി എഗ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈസി റെസിപ്പികൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് വീട്ടിലിങ്ങനെ ഇടയ്ക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. എഗ്ഗ് കഴിക്കാൻ മടിയുള്ളവർക്കും ഇതുപോലെ സൂപ്പാക്കി കൊടുത്താൽ അത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈസി എഗ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് എഗ് സൂപ്പ് ഉണ്ടാക്കാം. ഈ മഴക്കാലത്തൊക്കെ ഇതുപോലെ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള സൂപ്പ് കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.